Hello learners, iPlus Training Solutions in UGC Net Management June 2025 Question Discussion Part 7 ലേക്ക് ഏവർക്കും സ്വാഗതം. നമ്മുടെ അടുത്ത 10 ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ ഇന്നത്തെ ഈ ഒരു സീരീസിന്റെ ഭാഗമായിട്ട് നോക്കുന്നത്. സോ നോക്ക്. ഫസ്റ്റ് ക്വസ്റ്റ്യൻ ഇതാണ്. എക്സ്പാട്രിയേറ്റ് എന്നൊരു ടേം കൊണ്ട് മീൻ ചെയ്യുന്നത് എന്താണ്? നമ്മുടെ ഓപ്ഷൻസ് ഇതൊക്കെയാണ്. നോൺ സിറ്റിസൺസ് ഓഫ് ദ കൺട്രീസ് ഇൻ വിച്ച് എംപ്ലോയീസ് ആർ വർക്കിംഗ്, ഹോസ്റ്റ് കൺട്രി നാഷണൽസ്, ഹോം കൺട്രി നാഷണൽസ്, തേർഡ് കൺട്രി നാഷണൽസ്. ഇത്രയും ഓപ്ഷൻസ് ആണുള്ളത്. ഇതും നമ്മുടെ ഈ എന്താണ് EPRG ഫ്രെയിംവർക്ക് നമ്മൾ പഠിച്ചിട്ടുണ്ട്. മാർക്കറ്റിംഗിലും HR-ലും ഒക്കെ റിലേറ്റ് ചെയ്തിട്ട് ഇന്റർനാഷണൽ HRM റിലേറ്റ് ചെയ്തിട്ട് പഠിക്കുന്ന ഒരു ടേം ആണ്, അല്ലെങ്കിൽ ഒരു ഫ്രെയിംവർക്ക് ആണ്. അതിന്റെ ഭാഗമായിട്ട് വരുന്ന ഒരു എന്താണ് ഒരു ക്വസ്റ്റ്യൻ ആണിത്. എക്സ്പാട്രിയേറ്റ്സ് എന്നൊരു ടേം കൊണ്ട് മീൻ ചെയ്യുന്നത് എന്താണ്? And the answer is non-citizens of the countries in which employees are working. അപ്പോൾ എംപ്ലോയീസ് വർക്ക് ചെയ്യുന്ന ഒരു കൺട്രി ഉണ്ട്, അവിടുത്തെ മീൻസ് എവിടെയാണോ എംപ്ലോയീസ് വർക്ക് ചെയ്യുന്ന ഒരു കൺട്രി, ഫോറിൻ കൺട്രി, അവിടുത്തെ നോൺ സിറ്റിസൺസിനെയാണ് എക്സ്പാട്രിയേറ്റ്സ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഫോറിൻ കൺട്രി എന്ന് പറയാനുള്ള റീസൺ അത് നോൺ സിറ്റിസൺസ് ആയതുകൊണ്ടാണ് അല്ലെ. നമ്മൾ നമ്മുടെ കൺട്രിയിൽ ഫോറിനേഴ്സ് അല്ലല്ലോ, നമ്മൾ അവിടുത്തെ സിറ്റിസൺസ് ആണ്. നമ്മൾ സിറ്റിസൺസ് അല്ലാത്ത ഒരു കൺട്രിയാണ് നമുക്ക് ഫോറിൻ കൺട്രി ആകുന്നത്. അപ്പോൾ ഓരോ ടേമും എന്താണെന്ന് നോക്കാം. Expatriates are employees sent by their employer to work in a foreign country for a temporary or long time assignments. അപ്പോൾ expatriates എന്ന് വെച്ചാൽ ഒരു കൺട്രിയിലെ എംപ്ലോയർ, ഒരു ABC എന്നൊരു സ്ഥാപനത്തിൽ, ഒരു രാജ്യത്തിനകത്ത് ഒരു ഫേം ഉണ്ട്. അപ്പോൾ അവിടെ അവർക്ക് ഒരു ഫോറിൻ സബ്സിഡിയറി മറ്റൊരു കൺട്രിയിലും ഉണ്ട്. അപ്പോൾ ആ ABCയിൽ വർക്ക് ചെയ്യുന്ന 2-3 എംപ്ലോയീസിന് ഒരു ടെമ്പററി അസൈൻമെന്റിന് വേണ്ടിയിട്ട് അവർ മറ്റേ കൺട്രിയിലോട്ട് വിടുവാണ് എന്നുണ്ടെങ്കിൽ അങ്ങനെ വിടുന്ന ആ 3-4 എംപ്ലോയീസ് ആണ് എക്സ്പാട്രിയേറ്റ്സ് എന്ന് വിളിക്കുന്നത്. ഓക്കെ, അവരാണ് എക്സ്പാട്രിയേറ്റ്സ്. അപ്പൊ ഈ വിടുന്ന എംപ്ലോയീസ് മേ ബി ടെമ്പററി അസൈൻമെന്റ് ആയിരിക്കാം, ഒരു 2 മാസം 3 മാസത്തേക്കുള്ളതായിരിക്കാം, അല്ലെങ്കിൽ ലോങ് ടൈം അസൈൻമെന്റും ആകാം, ഒരു 4-5 വർഷമൊക്കെ നീളുന്ന രീതിയിലുള്ള അസൈൻമെന്റ്സും ആകാം. ഓക്കെ, ഒരു എക്സാമ്പിൾ ഇതാണ്. ഇഫ് ആൻ ഇന്ത്യൻ IT പ്രൊഫഷണൽ ഈസ് സെൻഡ് ബൈ TCS ടു വർക്ക് ഇൻ ദ USA, ദാറ്റ് പേഴ്സൺ ഈസ് ആൻ എക്സ്പാട്രിയേറ്റ് ഇൻ ദ USA. ഓക്കെ, അപ്പൊ ഇന്ത്യയിൽ നിന്നുള്ള ഒരു IT പ്രൊഫഷണൽ TCS-ൽ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുവാണ്. അപ്പൊ ഈ TCS എന്ത് ചെയ്യുന്നു, അവരുടെ സെയിം ഫേം അമേരിക്കയിലുണ്ട്. അപ്പൊ ഈ ഒരു ഇന്ത്യൻ IT പ്രൊഫഷണൽ TCS-ൽ ഇന്ത്യയിൽ വർക്ക് ചെയ്തിരുന്ന ആ ഒരു IT പ്രൊഫഷണൽ ഇൻഡിവിജ്വലിനെ USA-യിലോട്ട് വർക്കിന് വിടുവാണ് എന്നുണ്ടെങ്കിൽ മേ ബി അതൊരു 2 മാസത്തെ അസൈൻമെന്റ് ആകാം, 2 വർഷത്തെ അസൈൻമെന്റും ആകാം. അപ്പൊ ആ ഒരു എംപ്ലോയി USA-യിലെ എക്സ്പാട്രിയേറ്റ് ആണ്. ഓക്കെ, ഇനി ഹോസ്റ്റ് കൺട്രി നാഷണൽ ആരാണ്? എംപ്ലോയീസ് ഹു ആർ സിറ്റിസൺസ് ഓഫ് ദ കൺട്രീസ് വേർ ദ സബ്സിഡിയറി ഓർ ബ്രാഞ്ച് ഈസ് ലൊക്കേറ്റഡ്. എക്സാമ്പിൾ, ആൻ അമേരിക്കൻ വർക്കിംഗ് ഇൻ ദ US ബ്രാഞ്ച് ഓഫ് ആൻ ഇന്ത്യൻ കമ്പനി. ഹോസ്റ്റ് കൺട്രി നാഷണൽസ് എന്ന് വെച്ചാൽ ആരാണ്? ഒരു സബ്സിഡിയറി, ഒരു കമ്പനിക്ക്, നമ്മൾ നേരത്തെ പറഞ്ഞ ABC എന്നൊരു കമ്പനിക്ക് ഒരു സബ്സിഡിയറി അല്ലെങ്കിൽ ഒരു ബ്രാഞ്ച് ഉണ്ട് പുറത്ത്, അവിടെ വർക്ക് ചെയ്യുന്ന ആ രാജ്യത്തെ സിറ്റിസൺസ് ആണ് ഹോസ്റ്റ് കൺട്രി നാഷണൽസ്. അതായത് ഹോസ്റ്റ് കൺട്രി എന്ന് വെച്ചാൽ എന്താണ്? എവിടെയാണോ ഈ പറഞ്ഞ ഒരു ഫേമിന് ഒരു സബ്സിഡിയറി ഉള്ളത് അല്ലെങ്കിൽ ഒരു ബ്രാഞ്ച് ഉള്ളത്, അപ്പോൾ ആ ഒരു കൺട്രീനെ ആണ് നമ്മൾ എന്ത് ഹോസ്റ്റ് കൺട്രി എന്ന് വിളിക്കുന്നത്. അവിടുത്തെ നാഷണൽസ് ആണ് ഹോസ്റ്റ് കൺട്രി നാഷണൽസ്. നമ്മുടെ എക്സാമ്പിൾ നോക്കാം. ആൻ അമേരിക്കൻ വർക്കിംഗ് ഇൻ ദ US ബ്രാഞ്ച് ഓഫ് ആൻ ഇന്ത്യൻ കമ്പനി. ഇന്ത്യൻ കമ്പനിക്ക് US-ൽ ഒരു ബ്രാഞ്ച് ഉണ്ട് അല്ലെങ്കിൽ ഒരു സബ്സിഡിയറി ഉണ്ട്. അവിടെ വർക്ക് ചെയ്യുന്ന ആ ഒരു അമേരിക്കൻ അല്ലെങ്കിൽ ആ ഒരു US സിറ്റിസൺ ആണ് ഹോസ്റ്റ് കൺട്രി നാഷണൽ. അപ്പൊ ഹോസ്റ്റ് കൺട്രി എന്ന് വെച്ചാൽ നമ്മുടെ സബ്സിഡിയറി ഉള്ളത്, ഹോം കൺട്രി അല്ല, എവിടെയാണോ സബ്സിഡിയറി ഉള്ളത് ആ ഒരു കൺട്രിയാണ് ഹോസ്റ്റ് കൺട്രി, അവിടുത്തെ നാഷണൽസ് ആണ്, അല്ലെങ്കിൽ അവിടുത്തെ സിറ്റിസൺസ് ആണ് ഹോസ്റ്റ് കൺട്രി നാഷണൽസ്. ഇനി ഹോം കൺട്രി നാഷണൽസ് ആരായിരിക്കും? എംപ്ലോയീസ് ഹു ആർ സിറ്റിസൺസ് ഓഫ് ദ കൺട്രി വെയർ ദ ഹെഡ് ക്വാർട്ടേഴ്സ് ഈസ് ലൊക്കേറ്റഡ്. ആ ഒരു പെർട്ടിക്കുലർ കമ്പനീന്റെ ഹെഡ് ക്വാർട്ടേഴ്സ് എവിടെയാണോ ഉള്ളത് അവിടെയുള്ള സിറ്റിസൺസ് ആണ് ഹോം കൺട്രി നാഷണൽസ്. ആൻഡ് ഇന്ത്യൻ സെൻഡ് ഫ്രം ഇന്ത്യ ടു ദ US ആണ്. ഓക്കെ, then third country nationals, employees who are citizens of a country other than the home or host country. Example, a Canadian working in US subsidiary of an Indian firm. അപ്പോൾ third country nationals എന്ന് പറഞ്ഞാൽ ഹോം കൺട്രി നാഷണലും അല്ല, ഹോസ്റ്റ് കൺട്രി നാഷണലും അല്ല, ഇതിന് രണ്ടിനും പുറത്തുള്ള ഒരു രാജ്യത്തെ പൗരൻ അവിടെ വർക്ക് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അവരാണ് തേർഡ് കൺട്രി നാഷണൽ. ഇവിടെ പറയുന്ന എക്സാമ്പിളിൽ ആ ഒരു ഇന്ത്യൻ ഫേമിന്റെ US സബ്സിഡിയറിയിൽ വർക്ക് ചെയ്യുന്ന ഒരു കനേഡിയൻ പൗരൻ എന്ന് പറഞ്ഞാൽ ആ ഒരു തേർഡ് കൺട്രി നാഷണൽ ആണ്. ഓക്കെ, ഇതാണ് നമ്മുടെ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ഒരു മാച്ച് ദ ഫോളോയിങ് ആണ്. നമ്മുടെ തിയറീസും പ്രൊപ്പൗണ്ടേഴ്സിന്റെ പേരും പറഞ്ഞിട്ടുണ്ട്. ഇത് കാണുമ്പോൾ തന്നെ നമുക്കറിയാം സിമ്പിൾ ആണല്ലേ. മോട്ടിവേഷണൽ തിയറീസ് ആണ് പറഞ്ഞിരിക്കുന്നത്. ഹൈറാർക്കി ഓഫ് നീഡ് തിയറി, തിയറി X ആൻഡ് തിയറി Y, 2 factor തിയറി,
എക്സ്പെക്ടൻസി തിയറി. ഇത്രയാണ് ലിസ്റ്റ് 1-നകത്ത് പറഞ്ഞിരിക്കുന്നത്. ലിസ്റ്റ് 2-ൽ ആരുടെയൊക്കെ പേരാണ്? അബ്രഹാം മാസ്ലോ, ഡോഗ്ലസ് മെക്ഗ്രഗർ, ഫെഡറിക് ഹെസ്ബർഗ്, വിക്ടർ റൂം. ഇത് കാണുമ്പോൾ തന്നെ നമുക്കറിയാം മാസ്ലോയുടെ തിയറി ഏതാണ്? ഹൈറാർക്കി ഓഫ് നീഡ് തിയറി ആണ്. അതേ ഓപ്ഷൻസ് നോക്കിക്ക് എന്ത് സിമ്പിൾ ആണല്ലേ, വേറൊന്നും കണ്ടുപിടിക്കാനില്ല. ഹൈറാർക്കി ഓഫ് നീഡ് തിയറി അബ്രഹാം മാസ്ലോ ആണെന്ന് അറിയാമെന്നുണ്ടെങ്കിൽ ഓപ്ഷൻ 1 ആണെന്നുള്ളത് നമുക്ക് സിംപ്ലി കണ്ടുപിടിക്കാനായിട്ട് പറ്റും. ഒന്നും ആലോചിക്കാനില്ല, വേറൊന്നും നമ്മൾ നോക്കേണ്ട ആവശ്യമില്ല. MBA ഹോൾഡേഴ്സ് ആണ് നമ്മൾ എല്ലാവരും. അപ്പോൾ എന്തായാലും ഈ ഒരു ക്വസ്റ്റ്യൻ നമുക്ക് സിംപ്ലി കണ്ടുപിടിക്കാനും പറ്റും അല്ലേ. അപ്പം എ അബ്രഹാം മാസ്ലോ ആണ്. ഇനി തിയറി എക്സ് ആൻഡ് തിയറി വൈ മെക്ഗ്രഗർ ആണ് അല്ലെ. മെക്ഗ്രഗേഴ്സ് തിയറി എക്സ് ആൻഡ് വൈ എന്ന് തന്നെയാണ് നമ്മളത് പഠിക്കുന്നത്. ദെൻ ഹെസ്ബർഗ്സ് 2 ഫാക്ടർ തിയറി, പേര് വെച്ചും നമ്മൾ ആ ഒരു എന്താണ് ആ ഒരു തിയറി പ്രൊപ്പോണ്ട് ചെയ്ത ആളിന്റെ പേര് വെച്ചിട്ട് തന്നെയാണ് നമ്മൾ ഈ തിയറി പഠിക്കുന്നത്. ദെൻ വിക്ടർ റൂംസ് എക്സ്പെക്ടൻസി തിയറി, അതേ ഓർഡറിൽ തന്നെ പറഞ്ഞിട്ടുണ്ട്, ഒന്നും ചിന്തിക്കാനില്ല. ഹൈറാർക്കി ഓഫ് നീഡ് തിയറി മാസ്ലോ ആണ് എന്ന് നമുക്ക് അറിയാമെന്നുണ്ടെങ്കിൽ മറ്റതെല്ലാം സിംപ്ലി നമുക്ക് കണ്ടുപിടിച്ച് ആൻസറിലോട്ട് എത്താനായിട്ട് പറ്റുന്ന ഒരു ക്വസ്റ്റ്യൻ ആണിത്. ഓക്കെ, അഗെയിൻ ഒരു മാച്ച് ദ ഫോളോയിങ് ക്വസ്റ്റ്യൻ ആണ്. റേഷ്യോയും പർപ്പസും നമ്മുടെ ഫൈനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ് റിലേറ്റ് ചെയ്തിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. റേഷ്യോസും തന്നിട്ടുണ്ട്, അതിന്റെ പർപ്പസ് എന്താണെന്നുള്ളത് മാച്ച് ചെയ്യാനാണ്. റേഷ്യോസ് ഇതൊക്കെയാണ്: ലിക്വിഡിറ്റി, ആക്ടിവിറ്റി, പ്രോഫിറ്റബിലിറ്റി, ഡെറ്റ്. ഇനി പർപ്പസ് പറഞ്ഞിട്ടുള്ള എന്തൊക്കെയാണ്? അസസിംഗ് ദ ഓപ്പറേറ്റിംഗ് പെർഫോമൻസ്, അസസിംഗ് ദ എബിലിറ്റി ടു മീറ്റ് മെച്ചുറിംഗ് ഒബ്ലിഗേഷൻ, അസസിംഗ് ദ എഫക്റ്റീവ്നെസ് ഓഫ് യൂട്ടിലൈസേഷൻ ഓഫ് അസറ്റ്സ്, അസസിംഗ് ദ മാനേജ്മെന്റ് ഓഫ് ഫിക്സഡ് ഫൈനാൻഷ്യൽ ചേഞ്ച്. ഇത് നമുക്ക് സിംപ്ലി ഒന്ന് കണ്ടുപിടിക്കാൻ പറ്റുമോ എന്ന് നോക്കാം. ലിക്വിഡിറ്റി എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മുടെ കയ്യിലിരിക്കുന്ന ക്യാഷ് ഒക്കെ പെട്ടെന്ന്, ക്യാഷ് അല്ല സോറി, നമ്മുടെ കയ്യിലിരിക്കുന്ന അസറ്റ്സ്, ലിക്വിഡ് അസറ്റ്സോ അല്ലെങ്കിൽ ഫിക്സഡ് അസറ്റ്സോ, കറണ്ട് അസറ്റ്സ് അല്ലെങ്കിൽ ഫിക്സഡ് അസറ്റ്സ് നമുക്ക് എത്ര പെട്ടെന്ന് ക്യാഷിലോട്ട് കൺവേർട്ട് ചെയ്യാൻ പറ്റും എന്നുള്ളതാണ് ലിക്വിഡിറ്റി എന്നൊരു ടേം കൊണ്ട് മീൻ ചെയ്യുന്നത്. ഈ പറഞ്ഞിരിക്കുന്ന പർപ്പസിൽ ഏതായിരിക്കും അങ്ങനെ പറ്റുന്നത്? അസസിംഗ് ദ ഓപ്പറേറ്റിംഗ് പെർഫോമൻസ് അല്ലല്ലേ, അതെന്തോ സംതിങ് റിലേറ്റഡ് വിത്ത് പ്രോഫിറ്റ് ആണ്. ദെൻ അസസിംഗ് ദ എബിലിറ്റി ടു മീറ്റ് മെച്ചുറിംഗ് ഒബ്ലിഗേഷൻ, അതല്ലേ നമുക്ക് ഒബ്ലിഗേഷൻസ് അല്ലെങ്കിൽ നമ്മുടെ ലൈബിലിറ്റീസ് മെച്യൂരിറ്റി ആയി കഴിഞ്ഞാൽ അത് എത്രത്തോളം പെട്ടെന്ന് നമുക്ക് മീറ്റ് ചെയ്യാൻ പറ്റും. ദാറ്റ് മീൻസ് എന്താണ്? നമുക്ക് അത് എത്ര പെട്ടെന്ന് ക്യാഷ് ആയിട്ട് അവർക്ക് കൊടുത്തു തീർക്കാൻ പറ്റും എന്നുള്ളതാണ് അല്ലെ. അപ്പൊ ലിക്വിഡിറ്റി റേഷ്യോ എന്ന് പറഞ്ഞാൽ അസസിംഗ് ദ എബിലിറ്റി ടു മീറ്റ് മെച്ചുറിംഗ് ഒബ്ലിഗേഷൻസ് ആണ്. സോ A2 ആണ് എന്നുള്ളത് കണ്ടുപിടിച്ച് കഴിഞ്ഞാൽ പിന്നെ കൺഫ്യൂഷന്റെ ഒന്നും ആവശ്യം വരുന്നില്ല. ഓപ്ഷൻ 1 ഈസ് ദ കറക്റ്റ് ആൻസർ. നോക്കാം നമുക്ക്, ലിക്വിഡിറ്റി അതാണ്. ദെൻ ആക്ടിവിറ്റി എന്ന് പറഞ്ഞാൽ എന്താണ്? ആക്ടിവിറ്റി സംതിങ് റിലേറ്റഡ് വിത്ത് ആക്ടിവിറ്റീസ് ആണ്. ദെൻ ഇവിടെ നോക്കിക്കേ, നമ്മൾ ഫസ്റ്റ് പറഞ്ഞു 2 നമുക്ക് എലിമിനേറ്റ് ചെയ്യാം. ഇനി 1 നമ്മൾ പറഞ്ഞു അത് പ്രോഫിറ്റബിലിറ്റി റിലേറ്റ് ചെയ്തിട്ടുള്ള അല്ലെങ്കിൽ പ്രോഫിറ്റ് റിലേറ്റ് ചെയ്ത് വന്നിരിക്കുന്ന ഒരു ടേം ആണ് അത്, അസസിംഗ് ദ ഓപ്പറേറ്റിംഗ് പെർഫോമൻസ് എന്നുള്ളത്. ദെൻ അസസിംഗ് ദ എഫക്റ്റീവ്നെസ് ഓഫ് യൂട്ടിലൈസേഷൻ ഓഫ് അസറ്റ്, അതല്ലേ ആക്ടിവിറ്റി. ആ ഒരു വേറൊന്നും നമ്മൾ ആ ഒരു റേഷ്യോ എന്നൊന്നും നമ്മൾ തിങ്ക് ചെയ്യാതെ ആ ഒരു ടേംസ് തന്നെ ലിങ്ക് ചെയ്ത് നോക്കിക്കേ. എഫക്റ്റീവ്നെസ് ഓഫ് യൂട്ടിലൈസേഷൻ ഓഫ് അസറ്റ്സ്, ആ ഒരു എഫക്റ്റീവ്നെസ് വിട്ടാലും യൂട്ടിലൈസേഷൻ ഓഫ് അസറ്റ് എന്ന് പറഞ്ഞാൽ ആക്ടിവിറ്റി റിലേറ്റ് ചെയ്ത് വരുന്ന ഒരു കാര്യമാണ്. സോ B3 ആണ്. ദെൻ പ്രോഫിറ്റബിലിറ്റി നമ്മൾ ആദ്യമേ കണ്ടുപിടിച്ച് വെച്ചിട്ടുണ്ട്, അസസിംഗ് ദ ഓപ്പറേറ്റിംഗ് പെർഫോമൻസ് ആണ്. ദെൻ ഡെറ്റ് എന്ന് വെച്ചാൽ അസസിംഗ് ദ മാനേജ്മെന്റ് ഓഫ് ഫിക്സഡ് ഫൈനാൻഷ്യൽ ചേഞ്ച് ആണ്. സോ ദ കറക്റ്റ് ആൻസർ ഈസ് ഓപ്ഷൻ 1. Here is the next question. Match the following ആണ്. ഐറ്റം കൺസെപ്റ്റ് പറഞ്ഞിട്ടുണ്ട്. ഫർണിച്ചർ, സിമെന്റ്, പെട്രോളിയം, ഇന്റീരിയർ ഡെക്കറേഷൻ, നമ്മുടെ ഓപ്പറേഷൻസ് മാനേജ്മെന്റ് റിലേറ്റ് ചെയ്ത് വരുന്ന ഒരു കാര്യമാണ്. ദെൻ കൺസെപ്റ്റ് പ്രോസസ് കോസ്റ്റിംഗ്, ജോബ് കോസ്റ്റിംഗ്, ഔട്ട്പുട്ട് കോസ്റ്റിംഗ് ആൻഡ് ഓപ്പറേറ്റിംഗ് കോസ്റ്റിംഗ്. ഇതും എങ്ങനെ നമുക്ക് ആൻസറിലോട്ട് എത്താം? ഫർണിച്ചർ എന്ന് പറയുന്ന ഒരു ടേം ഉണ്ട്, നമുക്ക് ഇതിൽ എളുപ്പത്തിൽ കണ്ടുപിടിക്കാൻ പറ്റുന്നത് ഏതായിരിക്കും? സിമെന്റ് നോക്കാം അല്ലേ നമുക്ക്. സിമെന്റ് എന്ന് പറഞ്ഞാൽ സംതിങ് റിലേറ്റഡ് വിത്ത് ഒരു പ്രോസസ്സ്. ജോബ് കോസ്റ്റിംഗും ഔട്ട്പുട്ട് കോസ്റ്റിംഗും ഓപ്പറേറ്റിംഗ് കോസ്റ്റിംഗും അതിനേക്കാളും കൂടുതൽ നമുക്ക് തന്നെ റിലേറ്റ് ചെയ്യാൻ പറ്റുന്നത് പ്രോസസ് റിലേറ്റഡ് ആയിട്ടുള്ള ഒരു കോസ്റ്റിംഗ് ആണ്. ഇനി ഫർണിച്ചർ ആണെന്നുണ്ടെങ്കിലോ, ഫർണിച്ചർ ഒരു പെർട്ടിക്കുലർ ജോബ് കഴിയുമ്പോഴല്ലേ അതിന്റെ കോസ്റ്റിംഗ് കണ്ടുപിടിക്കുന്നത്. സോ ഫർണിച്ചർ ജോബ് കോസ്റ്റിംഗിലോട്ട് പോവും. പെട്രോളിയം ഔട്ട്പുട്ട് റിലേറ്റഡ് ആയിട്ട് വരുന്നു. ഇന്റീരിയർ ഡെക്കറേഷൻ ഓപ്പറേറ്റിംഗ് കോസ്റ്റിംഗ് ആണ്. നോക്കാം നമുക്ക് അത് എങ്ങനെയാണ് വരുന്നതെന്ന്. ജോബ് കോസ്റ്റിംഗ് ഈസ് യൂസ്ഡ് വെൻ പ്രോഡക്ട്സ് ആർ മാനുഫാക്ചർഡ് അഗെയിൻസ്റ്റ് സ്പെസിഫിക് ഓർഡേഴ്സ് ആൻഡ് ഈച്ച് ജോബ് ഈസ് ഡിസ്റ്റിങ്ക്ട്. ജോബ് കോസ്റ്റിംഗ് എന്ന് പറഞ്ഞാൽ എങ്ങനെയായിരിക്കും വരുന്നത്? ഒരു സ്പെസിഫിക് ഓർഡർ റിലേറ്റ് ചെയ്തിട്ട് പ്രോഡക്റ്റ് മാനുഫാക്ചർ ചെയ്യുന്ന സമയത്താണ് ആ ഒരു ജോബ് കോസ്റ്റിംഗ് വരുന്നത്. അവിടെ ഓരോ ജോബും ഡിസ്റ്റിങ്ക്ട് ആണ്. അപ്പോൾ ഓരോ ജോബിനെയും നമ്മൾ സെപ്പറേറ്റ് ആയിട്ടായിരിക്കും എടുക്കുന്നത്. ഓക്കെ, നമ്മൾ പറഞ്ഞ ഫർണിച്ചറിന്റെ കാര്യം എടുത്ത് നോക്കിക്കേ. ഒരു എന്താ പറയണ്ടേ, ഒരു അലമാര പണിയുന്നു എന്ന് വിചാരിക്കുക. അലമാര എന്ന് പറയുന്ന ഒരു ജോബ് സെപ്പറേറ്റ് ആണ് അല്ലെ. ഓരോ പ്രോഡക്റ്റും, ആ ഒരു അലമാര എന്നൊരു പ്രോഡക്റ്റ് നമ്മൾ മാനുഫാക്ചർ ചെയ്യുന്നത് അതിന്റെ ഒരു ഓർഡർ വരുന്ന സമയമാണ്. അടുത്ത ഒരു കട്ടിൽ ആലോചിച്ച് നോക്കിക്കുക, അതും അങ്ങനെ തന്നെയല്ല, അത് അടുത്തൊരു ജോബാണ് വരുന്നത്. നെക്സ്റ്റ്
പ്രോസസ് കോസ്റ്റിംഗ് ഈസ് അപ്ലൈഡ് വെയർ പ്രൊഡക്ഷൻ ഈസ് കണ്ടിന്യൂസ് ആൻഡ് ഹോമോജീനിയസ്. പ്രൊഡക്ഷൻ എല്ലാം ഒരേപോലെ വരുന്നതും അതേപോലെ തന്നെ ഹോമോജീനിയസ് ഹോമോജീനിയസ് ആണ് ഒരേപോലെ വരുന്നത് എന്നുള്ളത്. ദെൻ കണ്ടിന്യൂസ്, ഒന്ന് കഴിഞ്ഞിട്ട് അടുത്തത് അതേപോലെ വരുന്നതിനെയാണ് ഇതിനെയാണ് പ്രോസസ് കോസ്റ്റിംഗ് എന്ന് പറയുന്നത്. അതായത് അതിന്റെ പ്രൊഡക്ഷൻ കണ്ടിന്യൂസ് ആയിരിക്കും, ഹോമോജീനിയസ് ആയിരിക്കും, എപ്പോഴും കണ്ടിന്യൂ ചെയ്ത് പോയിക്കൊണ്ടിരിക്കുന്ന ഒരു പ്രോസസ് ആണ്. അതേപോലെ തന്നെ എല്ലാം സെയിം ആയിരിക്കും. ഈ പറയുന്ന സിമെന്റ്, ഷുഗർ, പേപ്പർ ഒക്കെ പ്രോസസ് കോസ്റ്റിങ്ങിനായിരിക്കും അല്ലെങ്കിൽ കോസ്റ്റിങ്ങിന് വേണ്ടിയിട്ട് പ്രോസസ് കോസ്റ്റിംഗ് ആയിരിക്കും നമുക്ക് എടുക്കാനായിട്ട് പറ്റുന്നത്. Then output costing, also called unit costing, is used in industries where the production is uniform, identical and measured in standard units like petroleum, bricks, etc. ഈ ചില ഇൻഡസ്ട്രീസ് ഉണ്ട്, അവിടെ എങ്ങനെയായിരിക്കും പ്രൊഡക്ഷൻ യൂണിഫോം ആണ്, ഐഡന്റിറ്റിക്കൽ ആണ്, അതേപോലെ സ്റ്റാൻഡേർഡ് യൂണിറ്റ്സിന്റെ പുറത്ത് നമുക്ക് പ്രൊഡക്ഷൻ മെഷർ ചെയ്യാൻ പറ്റുന്ന സാഹചര്യങ്ങളിലാണ് ഈ ഒരു ഔട്ട്പുട്ട് കോസ്റ്റിംഗ് അല്ലെങ്കിൽ യൂണിറ്റ് കോസ്റ്റിംഗ് നമ്മൾ യൂസ് ചെയ്യുന്നത്. കോസ്റ്റിങ്ങിന്റെ മറ്റൊരു പേരാണ് യൂണിറ്റ് കോസ്റ്റിംഗ്. അതായത് യൂണിറ്റ് വൈസ് ആണ് അതിന്റെ കോസ്റ്റ് നമ്മൾ മെഷർ ചെയ്യുന്നത് എന്നുള്ളതാണ്. അപ്പോൾ അതിന്റെ എക്സാമ്പിൾസ് പെട്രോളിയം, ബ്രിക്സ്, ആ ടൈപ്പ് ഓഫ് ഇൻഡസ്ട്രീസ് ആണ്. ദെൻ ഓപ്പറേറ്റിംഗ് കോസ്റ്റിംഗ് ഈസ് യൂസ്ഡ് ഫോർ സർവീസസ് ലൈക്ക് ട്രാൻസ്പോർട്ട്, ഹോട്ടൽസ്, ഹോസ്പിറ്റൽസ്, ഇന്റീരിയർ ഡെക്കറേഷൻ എക്സെട്ര. ഓപ്പറേഷൻസ് നടക്കുന്ന, അങ്ങനെ നമുക്ക് ഓർത്ത് വെക്കാൻ പറ്റും. ട്രാൻസ്പോർട്ടേഷൻ, അതുപോലെ ഹോട്ടലിന്റെ മാനേജ്മെന്റ്, ഹോസ്പിറ്റൽസ്, അവിടെയൊക്കെ ഓപ്പറേഷൻസ് നടക്കുന്നുണ്ട്. ഡയറക്റ്റ് നമുക്ക് ലിങ്ക് ചെയ്യാൻ എല്ലായിടത്തും നടക്കുന്നുണ്ട്. ഈ പറഞ്ഞ ഇൻഡസ്ട്രീസിലൊക്കെ നമുക്ക് ഡയറക്ട്ലി ഈ ഒരു സർവീസ് റിലേറ്റഡ് ആയിട്ടുള്ള ഓപ്പറേഷൻസ് അപ്ലൈ ചെയ്യാൻ പറ്റുന്ന സ്ഥലങ്ങളാണ്. അവിടെയാണ് ഈ ഒരു ഓപ്പറേറ്റിംഗ് കോസ്റ്റിംഗ് അപ്ലൈ ചെയ്യുന്നത്. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. Which of the following is the examples of social entrepreneurship? താഴെ പറയുന്നതില് സോഷ്യൽ ഓൺട്രപ്രണർഷിപ്പിന്റെ ഒരു എക്സാമ്പിൾ ഏതെന്നാണ്. ഓപ്ഷൻസ് ഇതൊക്കെയാണ്: PFL, സുലഭ് ഇന്റർനാഷണൽ, ഹ്യൂണ്ടായി, HUL. അപ്പൊ ഈ ഒരു ക്വസ്റ്റ്യൻ കാണുന്ന സമയത്ത് സോഷ്യൽ ഓൺട്രപ്രണർഷിപ്പ് എന്താണെന്ന് നമുക്ക് ആ ഒരു ഈവൻ നമുക്ക് അറിയാമായിരിക്കും, അറിയില്ലെങ്കിൽ പോലും ആ ഒരു വേർഡ്സിൽ നിന്ന് നമുക്ക് ഐഡന്റിഫൈ ചെയ്യാനായിട്ട് പറ്റും. ഓൺട്രപ്രണർഷിപ്പ് എന്താണെന്ന് നമുക്കറിയാം. അതിന്റെ കൂടെ സോഷ്യൽ എന്നൊരു ടേം വരുമ്പോൾ സൊസൈറ്റിക്ക് ഹെൽപ്ഫുൾ ആയിട്ടുള്ള രീതിയിൽ, അതായത് റാദർ ദാൻ പ്രോഫിറ്റ് മോട്ടീവ്, സൊസൈറ്റിക്ക് ബെനിഫിഷ്യൽ ആയിട്ടുള്ള രീതിയിൽ സ്റ്റാർട്ട് ചെയ്യുന്ന അല്ലെങ്കിൽ അങ്ങനെ നടത്തുന്ന ഓൺട്രപ്രണർഷിപ്സിനെയാണ് സോഷ്യൽ ഓൺട്രപ്രണർഷിപ്സ് എന്ന് വിളിക്കുന്നത്. ഇനി സോഷ്യൽ ഓൺട്രപ്രണർ എന്നൊരു ടേം എന്ന് വെച്ചാൽ ഇങ്ങനത്തെ ടൈപ്പ് ഓഫ് ഓൺട്രപ്രണർഷിപ്പ് ഫേംസ് റൺ ചെയ്യുന്ന ഓൺട്രപ്രണേഴ്സ് ആണ് സോഷ്യൽ ഓൺട്രപ്രണേഴ്സ്. ഓക്കെ, പ്രോഫിറ്റ് മോട്ടീവിനെക്കാളും കൂടുതൽ സൊസൈറ്റിക്ക് ബെനിഫിഷ്യൽ ആയിട്ടുള്ള ബിസിനസ് റൺ ചെയ്യുന്ന ഓൺട്രപ്രണർഷിപ്പ് ഫേംസ് ആണ് സോഷ്യൽ ഓൺട്രപ്രണർഷിപ്പ്. അങ്ങനത്തെ ഓൺട്രപ്രണേഴ്സ് ആണ് സോഷ്യൽ ഓൺട്രപ്രണേഴ്സ്. ഓക്കെ, അപ്പൊ ഈ ഒരു ക്വസ്റ്റ്യൻ കാണുമ്പോൾ നമുക്ക് ഹ്യൂണ്ടായും HULും സിംപ്ലി നമുക്ക് എലിമിനേറ്റ് ചെയ്ത് കളഞ്ഞൂടെ? കാരണം അത് രണ്ട് പ്രോഫിറ്റ് മോട്ടീവ് ആയിട്ടുള്ള നമുക്ക് ഫെമിലിയർ ആയിട്ടുള്ള രണ്ട് ഓർഗനൈസേഷൻസ് ആണ് അല്ലെങ്കിൽ രണ്ട് ഫേംസ് ആണ്. അവർ രണ്ടും സോഷ്യൽ ഓൺട്രപ്രണർഷിപ്പ് ആ ഒരു കാറ്റഗറിയിൽ നമുക്ക് പെടുത്താൻ പറ്റുന്ന കാര്യങ്ങളല്ല. അപ്പൊ ഈ സോഷ്യൽ ഓൺട്രപ്രണർഷിപ്പ് ആകണം എന്നുണ്ടെങ്കിൽ സസ്റ്റൈനബിലിറ്റി റിലേറ്റ് ചെയ്തിട്ടുള്ള അല്ലെങ്കിൽ ഗ്രീൻ ആ ഒരു ടേംസ് റിലേറ്റ് ചെയ്തിട്ടുള്ള ടൈപ്പ് ഓഫ് ബിസിനസ് ആയിരിക്കണം റൺ ചെയ്യേണ്ടത്. അപ്പൊ ഹ്യൂണ്ടായും HULും അല്ല എന്ന് നമുക്ക് എലിമിനേറ്റ് ചെയ്യാനായിട്ട് പറ്റും. ഇനി ഇവിടെ നമുക്ക് പിന്നെ നമുക്ക് കൺഫ്യൂഷൻ വരാൻ സാധ്യതയുള്ളത് PFLും സുലഭ് ഇന്റർനാഷണലും ആണ്. അത് രണ്ടും നമുക്ക് എന്താണെന്ന് അറിയില്ലെങ്കിലും അതൊരു 50-50 ചാൻസ് ആണ്. നമുക്ക് കുറച്ചും കൂടെ ഒക്കെ ഭാഗ്യമുണ്ട് എന്നുണ്ടെങ്കിൽ ആ ഒരു സുലഭ് എന്നൊരു പേരിനകത്ത് എവിടെയൊക്കെ ഒരു ഗ്രീൻ റിലേറ്റ് ചെയ്തിട്ടുള്ള അല്ലെങ്കിൽ ആ ഒരു സസ്റ്റൈനബിലിറ്റി റിലേറ്റ് ചെയ്തിട്ടുള്ള എന്തോ ഒരു കാര്യം അസോസിയേറ്റ് ചെയ്തിട്ടുണ്ട് എന്ന് നമുക്ക് ഊഹിക്കാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നു. അങ്ങനെയാണെങ്കിൽ നമുക്ക് സുലഭ് ഇന്റർനാഷണൽ എന്നുള്ളത് സിംപ്ലി അത്ര സിംപ്ലി കണ്ടുപിടിക്കാൻ പറ്റത്തില്ല. എന്നാലും കുറച്ചൊന്ന് തിങ്ക് ചെയ്യുവാണ്, നമുക്ക് കുറച്ച് ലക്കും കൂടെ ഉണ്ടെങ്കിൽ നമുക്ക് കണ്ടുപിടിക്കാനായിട്ട് പറ്റും. സുലഭ് ഇന്റർനാഷണൽ ആണ് കറക്റ്റ് ആൻസർ. ഇനി സോഷ്യൽ ഓൺട്രപ്രണർഷിപ്പ് refers to entrepreneurial ventures that aim to solve social, cultural or environmental issues while still being financially sustainable. അപ്പോൾ പ്രോഫിറ്റ് മോട്ടീവ് റാദർ ദാൻ പ്രോഫിറ്റ് മോട്ടീവിനെക്കാളും നമ്മൾ സോഷ്യൽ റിലേറ്റഡ് ആയിട്ടുള്ള സൊസൈറ്റിക്ക് ഹെൽപ്ഫുൾ ആയിട്ടുള്ള അല്ലെങ്കിൽ അവർക്ക് എന്തെങ്കിലും പ്രയോജനപ്പെടുന്ന രീതിയിലുള്ള കാര്യങ്ങൾ ചെയ്യുന്ന ഓൺട്രപ്രണർഷിപ്സ് ആണിത്. എന്ന് വെച്ചിട്ട് അവർക്ക് ഫൈനാൻസ് വേണ്ട, പ്രോഫിറ്റ് വേണ്ട എന്നുള്ളതല്ല അതിന്റെ അർത്ഥം. ഈ നമുക്ക് തന്നെ നിങ്ങൾ അതിനൊന്ന് ആലോചിച്ച് നോക്കിക്കോ, അഗ്രികൾച്ചറൽ ഫേംസ് സ്റ്റാർട്ട് ചെയ്യുന്നു, ലൈക്ക് മൈക്രോ ഗ്രീൻസിന്റെ ഒക്കെ പോലത്തുള്ള ഒരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്യുന്നു. അവിടെ വരുന്നത് അവർക്ക് അതൊക്കെ സോഷ്യൽ ഓൺട്രപ്രണർഷിപ്പ് അണ്ടറിൽ പെടുത്താൻ പറ്റുന്ന കാറ്റഗറീസ് ഓഫ് ബിസിനസ് ആണ്. ഇനി അവരെ സൊസൈറ്റിക്ക് ഹെൽപ്ഫുൾ ആയിട്ടുള്ള കാര്യം ചെയ്യുന്നുണ്ട്, അതിനോടൊപ്പം തന്നെ നല്ല രീതിയിലുള്ള പ്രോഫിറ്റും ഏൺ ചെയ്യുന്നുണ്ട്. ഓക്കെ, അപ്പൊ ഫൈനാൻഷ്യലി സസ്റ്റൈനബിൾ ആകുന്നുണ്ട്. കാരണം എൻവയോൺമെന്റൽ സസ്റ്റൈനബിലിറ്റിക്ക് ഇമ്പോർട്ടൻസ് കൊടുക്കുമ്പോൾ കസ്റ്റമേഴ്സിന്റെ കയ്യിൽ നിന്ന് അല്ലെങ്കിൽ കസ്റ്റമറിന്റെ ഭാഗത്ത് നിന്ന് അവർക്ക് പ്രോഫിറ്റ് ആയിട്ടുള്ള പോസിറ്റീവ് ആയിട്ടുള്ള റെസ്പോൺസ് കിട്ടും. അത് ഗുഡ് വില്ലിലോട്ടും പോസിറ്റീവ് ആയിട്ടുള്ള ഒരു കമ്പനി ഇമേജിലോട്ടൊക്കെ ലീഡ് ചെയ്യും. അത് സസ്റ്റൈനബിൾ ആയിട്ടുള്ള ഒരു ഫൈനാൻഷ്യൽ പൊസിഷൻ അവർക്ക് ഏൺ ചെയ്യാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യും. ഇനി എന്താണ് സുലഭ് ഇന്റർനാഷണൽ?
founded by Dr. Bindeshwar Pathak, is a classic example. It works on sanitation, hygiene, public toilets, and social reform, especially for underprivileged communities in India. നമ്മുടെ ഇന്ത്യയിലെ underprivileged communitiesന്റെ ഇടയ്ക്ക് ഈ പറഞ്ഞ സാനിറ്റേഷനും ഹൈജീനും ആ ഒരു കാര്യം കൂടുതൽ എന്താണ് അവരിലോട്ട് എത്തിക്കാൻ വേണ്ടിയിട്ട് പബ്ലിക് ടോയ്ലറ്റ്സ്, സോഷ്യൽ റിഫോംസ് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചെയ്യുന്ന ഒരു സോഷ്യൽ ഓൺടർപ്രണർഷിപ്പ് ബിസിനസ് ആണ് സുലഭ് ഇന്റർനാഷണൽ. അത് ഫൗണ്ടഡ് ബൈ ഡോക്ടർ ബിന്ദേശ്വർ പഥക് ആണ്. ഓക്കെ, here is the next question. A relatively large, low cost, high volume self-service operation designed to serve the consumer's need for household product is. അവിടെ പറയുന്നത് ഒരു ടൈപ്പ് ഓഫ് സ്റ്റോർ ഏതാണ് എന്നുള്ളത് ഐഡന്റിഫൈ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. ഇനി ആ ഒരു പെർട്ടിക്കുലർ ടൈപ്പ് ഓഫ് സ്റ്റോറിന്റെ ഫീച്ചേഴ്സ് എന്തൊക്കെയാണ്? ലാർജ് ആണ്, റിലേറ്റീവ്ലി ലാർജ് ആണ്. ദാറ്റ് മീൻസ് ഒത്തിരി ലാർജ് ആകണം എന്നില്ല, റിലേറ്റീവ്ലി കമ്പാരിറ്റീവ്ലി ലാർജ് ആണ്, കോസ്റ്റ് കുറവാണ്, വോളിയം കൂടുതലാണ്, സെൽഫ് സർവീസ് ഓപ്പറേഷൻ ആണ്. എന്തിനാണ്? ഹൗസ് ഹോൾഡ് പ്രോഡക്ട്സ് ഒക്കെ മേടിക്കാൻ വേണ്ടിയിട്ടുള്ള, അല്ലെങ്കിൽ ആ ഒരു ഹൗസ് ഹോൾഡ് പ്രോഡക്ട്സിനോട് ഉള്ള കൺസ്യൂമേഴ്സിന്റെ നീഡ് സാറ്റിസ്ഫൈ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ടൈപ്പ് ഓഫ് സ്റ്റോർ ഏതെന്നാണ് നമ്മുടെ ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത്. ഇതിൽ നിന്ന് നമുക്ക് ഉള്ളൊരു കീവേഡ് കാണുമ്പോൾ എല്ലാം ഏകദേശം ഒരുപോലെ ഇരിക്കും എന്നുണ്ടെങ്കിലും ഈ ഒരു കൺവീനിയൻസ് സ്റ്റോർ അല്ല എന്നുള്ളത് നമുക്ക് സിംപ്ലി മനസ്സിലാക്കാൻ പറ്റും. കാരണം എന്താണ്? അത് റിലേറ്റീവ്ലി ലാർജ് ആയിട്ടുള്ളൊരു സംഭവം അല്ല അല്ലേ. ഹൈ വോളിയം അവിടെ ട്രേഡ് ചെയ്യപ്പെടുന്നില്ല. നമ്മുടെ വീടിനടുത്തൊക്കെ ഉള്ള ഒരു കൺവീനിയൻസ് സ്റ്റോർ നമ്മുടെ മനസ്സിലോട്ട് വരുവാണെങ്കിൽ അവിടെ കുറച്ച് ക്വാണ്ടിറ്റി കുറച്ചായിരിക്കും, ലാർജ് അല്ല, ചെറുതാണ്. അപ്പൊ കൺവീനിയൻസ് സ്റ്റോർ നമുക്ക് ഒഴിവാക്കാം. ദെൻ സൂപ്പർ സ്റ്റോർ നമുക്ക് കൺസിഡർ ചെയ്യേണ്ട ആവശ്യം വരുന്നില്ല. ദെൻ ഡിപ്പാർട്ട്മെന്റ് സ്റ്റോർ ആണെന്നുണ്ടെങ്കിലും ആ ഒരു റിലേറ്റീവ്ലി ലാർജ് എന്നൊരു ടേം അവിടെ വരുന്നില്ല. ദെൻ സെൽഫ് സർവീസ് ഓപ്പറേഷനും ഇല്ല. സോ സൂപ്പർ മാർക്കറ്റ്, സെൽഫ് സർവീസ് എന്നൊരു ടേം കേൾക്കുമ്പോൾ നമ്മുടെ മനസ്സിലോട്ട് സൂപ്പർ മാർക്കറ്റ് വരണം. നമ്മളൊക്കെ അങ്ങനെയല്ലേ, സൂപ്പർ മാർക്കറ്റിൽ പോകുമ്പോൾ നമുക്ക് സാധനങ്ങൾ എടുത്ത് തരാനും അല്ലെങ്കിൽ നമ്മുടെ കയ്യിൽ നിന്ന് ലിസ്റ്റ് മേടിച്ചിട്ട് സാധനങ്ങളുടെ വില ഇട്ട് തരാനും ഒന്നും അവിടെ ആരും കാണുന്നില്ല. അവിടെ നമുക്ക് ആവശ്യമായിട്ടുള്ള സാധനം വില നോക്കി നമ്മൾ എടുക്കുന്നു. എല്ലാം അവിടെ ഡിസ്പ്ലേ ചെയ്ത് വെച്ചിട്ടുണ്ടായിരിക്കും. ഓഫേഴ്സ് ആണെങ്കിൽ പോലും അവർ നമ്മളോട് ഡയറക്ട്ലി കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നില്ല, ഇൻഡയറക്ട്ലി ഡിസ്പ്ലേ ചെയ്തിട്ടുണ്ടായിരിക്കും. നമ്മൾ നോക്കി എടുക്കണം. അതാണ് സെൽഫ് സർവീസ് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ദാറ്റ് ഈസ് സൂപ്പർ മാർക്കറ്റ് ഈസ് ദ കറക്റ്റ് ആൻസർ. A supermarket is large in size, low cost due to economies of scale, high volume of sales, self-service format, mainly centers to consumer needs for groceries, food items and household products. ഇതാണ് സൂപ്പർ മാർക്കറ്റ് എന്നുള്ളത്. ഇനി ഡിപ്പാർട്ട്മെന്റ് സ്റ്റോർ എന്താണ്? ലാർജ് റീറ്റെയിൽ യൂണിറ്റ് ഓഫറിംഗ് എ വൈഡ് വെറൈറ്റി ഓഫ് ഗുഡ്സ്, ക്ലോത്തിങ്, ഇലക്ട്രോണിക്, കോസ്മെറ്റിക് എറ്റ്സെട്ര, ബട്ട് നോട്ട് ടിപ്പിക്കലി ലോ കോസ്റ്റ് ഓഫ് സെൽഫ് സർവീസ്. അപ്പോൾ ഡിപ്പാർട്ട്മെന്റ് സ്റ്റോർ ആകുമ്പോഴത്തേക്കും കോസ്റ്റ് കൂടുതലാണ്, സെൽഫ് സർവീസും അല്ല, പക്ഷെ അവിടെ വെറൈറ്റി ഓഫ് പ്രോഡക്ട്സ് ആണ് അവർ ഡീൽ ചെയ്യുന്നത്. റീറ്റെയിൽ യൂണിറ്റ്സ് ആയിരിക്കും കൂടുതലും, ക്ലോത്തിങ്ങും ഇലക്ട്രോണിക്സ് അങ്ങനെ ഡിഫറെന്റ് ടൈപ്സ് ഓഫ് എല്ലാം ഒറ്റ കുടക്കീഴിൽ കിട്ടുന്ന ടൈപ്പ് ഓഫ് സ്റ്റോഴ്സ് ആണ് ഡിപ്പാർട്ട്മെന്റ് സ്റ്റോഴ്സ്. കൺവീനിയൻസ് സ്റ്റോഴ്സ് എന്താണ്? സ്മോൾ റീറ്റെയിൽ ഷോപ്പ് യൂഷ്വലി ലൊക്കേറ്റഡ് നിയർ റെസിഡൻഷ്യൽ ഏരിയാസ് ഓഫറിംഗ് ലിമിറ്റഡ് ഐറ്റംസ് അറ്റ് ഹയർ പ്രൈസസ് ഫോർ ക്വിക്ക് പർച്ചേസ്. പെട്ടെന്ന് സാധനം നമുക്ക് മേടിക്കാൻ വേണ്ടിയിട്ട് വീടിനടുത്തൊക്കെ റെസിഡൻഷ്യൽ ഏരിയാസിലൊക്കെ ലൊക്കേറ്റ് ചെയ്യുന്ന ചെറിയ റീറ്റെയിൽ ഷോപ്പാണിത്. അവിടുത്തെ പ്രൈസ് കമ്പാരിറ്റീവ്ലി കൂടുതലായിരിക്കും. നമുക്കൊക്കെ അറിയാവുന്ന കാര്യമായിരിക്കും അല്ലെ. ചെറിയ സാധനങ്ങളാണ്, ഇപ്പം പഴം അങ്ങനത്തെ സാധനങ്ങളൊക്കെ നമ്മൾ മേടിക്കാൻ പോകുമ്പോഴത്തേക്കും മാർക്കറ്റിൽ കിട്ടുന്നതിനേക്കാളും 2 രൂപ 3 രൂപ വ്യത്യാസം കാണുമായിരിക്കും അവിടെ. കാരണം അവരുടെ ഉദ്ദേശം എന്താണ്? അവര് ചെറിയ സ്കെയിലില് ഒരു എന്താണ് സ്മോൾ സ്കെയിലിൽ ഓപ്പറേറ്റ് ചെയ്യുന്ന ടൈപ്പ് ഓഫ് ബിസിനസ് ആണ്. അപ്പൊ അവര് പെട്ടെന്ന് ക്വിക്ക് പർച്ചേസ് എന്നുള്ളൊരു നീഡ് സാറ്റിസ്ഫൈ ചെയ്യാൻ വേണ്ടിയിട്ട് വർക്ക് ചെയ്യുന്ന ടൈപ്പ് ഓഫ് സ്റ്റോഴ്സ് ആണ്. അപ്പം അവിടെ നമ്മൾ ശ്രദ്ധിച്ചിരിക്കേണ്ട കാര്യം പ്രൈസ് കമ്പാരിറ്റീവ്ലി മാർക്കറ്റ് പ്രൈസിനേക്കാളും ഒരല്പം കൂടുതലായിരിക്കും. ദെൻ സൂപ്പർ സ്റ്റോർ എന്താണ്? എ വെരി ലാർജ് റീറ്റെയിൽ ഫോർമാറ്റ് ലൈക്ക് വാൾമാർട്ട് ഓർ കാരഫോർ, often selling groceries plus non-food items. The term is used less commonly in UGC net context compared to supermarket. ഇനി സൂപ്പർ സ്റ്റോഴ്സ് എന്ന് വെച്ചാലോ, എ വെരി ലാർജ് റീറ്റെയിൽ ഫോർമാറ്റ് ലൈക്ക് വാൾമാർട്ട്, ഓഫൺ സെല്ലിംഗ് ഗ്രോസറീസ് പ്ലസ് നോൺ ഫുഡ് ഐറ്റംസ്. അപ്പൊ സൂപ്പർ സ്റ്റോർ എന്ന് വെച്ചാൽ എങ്ങനെയാണ്? വാൾമാർട്ട് അതുപോലെ കാരഫോർ പോലെയുള്ള ഭയങ്കര വലിയ റീറ്റെയിൽ ഫോർമാറ്റ്സിനെയാണ് സൂപ്പർ സ്റ്റോർ എന്ന് വിളിക്കുന്നത്. അവർക്ക് ഗ്രോസറീസും കാണും, അതേപോലെ നോൺ ഫുഡ് ഐറ്റംസും ഇവർ ഡീൽ ചെയ്യുന്നുണ്ടായിരിക്കും. വാൾമാർട്ട് ഒക്കെ നമുക്ക് ഫെമിലിയർ ആയിട്ടുള്ള റീറ്റെയിൽ സ്റ്റോഴ്സ് ആണല്ലോ. അപ്പൊ ഇതാണ് സൂപ്പർ സ്റ്റോഴ്സ്. അപ്പൊ ഇത് സൂപ്പർ മാർക്കറ്റിൽ നിന്നും എൻ്റയർലി ഡിഫറെന്റ് ആണ്. നമ്മൾ ചോദിച്ചിരിക്കുന്ന ക്വസ്റ്റ്യൻ റിലേറ്റഡ് ആയിട്ടുള്ള ഒരു കോണ്ടെക്സ്റ്റിൽ സൂപ്പർ സ്റ്റോഴ്സ് നമുക്ക് പറയാനായിട്ട് പറ്റത്തില്ല. അവിടെ റിലേറ്റീവ്ലി ലാർജ് എന്ന ക്വസ്റ്റ്യനിൽ പറഞ്ഞിട്ടുണ്ട്. ഇതാണെങ്കിൽ ഭയങ്കര വാൾമാർട്ട് ഒക്കെ ഭയങ്കര ലാർജ് ആയിട്ടുള്ള റീറ്റെയിൽ ഫോർമാറ്റ്സ് ആണ്. Here is the next question. ഒരു match the following question ആണ്. തിയറി, ഡിസ്ക്രിപ്ഷൻ, trait theory of leadership, behavioral theory of leadership, cognitive resource theory, situational leadership theory. നമ്മുടെ ഓർഗനൈസേഷണൽ ബിഹേവിയർ സെക്കൻഡ് യൂണിറ്റ് റിലേറ്റ് ചെയ്തിട്ട് വന്നിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. അതിൽ ആ ഡിഫറെന്റ് ടൈപ്സ് ഓഫ് ലീഡർഷിപ്പ് തിയറീസ് പറഞ്ഞിട്ടുണ്ട്. അതിന്റെ ഡിസ്ക്രിപ്ഷൻ ബിയില് ലിസ്റ്റ് 2 പറഞ്ഞിട്ടുണ്ട്. എന്തൊക്കെയാണ്? ഫോക്കസസ് ഓൺ ഫോളോവേഴ്സ് റെഡിനെസ്, ഫോക്കസസ് ഓൺ എന്നാണ്.
Stress unfavorably affects a situation that can reduce influence of the leader. Then specific behavior differentiates leaders from non-leaders. Personal qualities and characteristics that differentiates leaders from non-leaders. ഇവിടെ രണ്ട് കാര്യങ്ങൾ, ഒരു ട്രേറ്റ് തിയറിയും ബിഹേവിയറൽ തിയറിയും നമുക്ക് സിംപ്ലി അറിയാവുന്ന രണ്ട് കാര്യങ്ങളാണ്. ട്രേറ്റ് തിയറി നമ്മൾ ആദ്യം പഠിക്കുന്നതാണ്. അതിൽ പേഴ്സണൽ ക്വാളിറ്റീസ് എന്നൊരു ടേം അവിടെ തന്നെ അങ്ങനെ പറഞ്ഞിട്ടുണ്ട് അല്ലേ. പേഴ്സണൽ ക്വാളിറ്റീസ് ആൻഡ് ക്യാരക്ടറിസ്റ്റിക്സ് ദാറ്റ് ഡിഫറൻഷിയേറ്റ്സ് നോൺ ലീഡേഴ്സ് ഫ്രം നോൺ ലീഡേഴ്സ്. അപ്പൊ A4 ആണെന്നുള്ളത് സിംപ്ലി നമുക്ക് കണ്ടുപിടിക്കാനായിട്ട് പറ്റും. ദെൻ ബിഹേവിയറൽ തിയറി ഓഫ് ലീഡർഷിപ്പ്, അവിടെ ഒരു 3 നോക്കിക്കേ നിങ്ങൾ, ഡിസ്ക്രിപ്ഷനിലെ 3 സ്പെസിഫിക് ബിഹേവിയർ എന്ന ആ ഒരു കീവേഡ് തന്നെ അവിടെ എടുത്ത് യൂസ് ചെയ്തിട്ടുണ്ട്. സ്പെസിഫിക് ബിഹേവിയർ ഡിഫറൻഷിയേറ്റ്സ് ലീഡേഴ്സ് ഫ്രം നോൺ ലീഡേഴ്സ്. അപ്പൊ B3 ആണ്, A4 ആണ്. അങ്ങനെ കിട്ടിക്കഴിയുമ്പോൾ ദ കറക്റ്റ് ആൻസർ ഈസ് ഓപ്ഷൻ 2 ആണ്. ഇനി എന്താണ് കോഗ്നിറ്റീവ് റിസോഴ്സ് തിയറി? സ്ട്രെസ് അൺഫേവറബിളി അഫക്ട്സ് എ സിറ്റുവേഷൻ ദാറ്റ് ക്യാൻ റെഡ്യൂസ് ഇൻഫ്ലുവൻസ് ഓഫ് ദ ലീഡർ. ദെൻ സിറ്റുവേഷണൽ ലീഡർഷിപ്പ് തിയറി ഫോക്കസസ് ഓൺ ഫോളോവേഴ്സ് റെഡിനെസ്, അല്ലെ നമ്മുടെ കൂടെയുള്ള ആൾക്കാർ അല്ലെങ്കിൽ ലീഡേഴ്സിന്റെ ഫോളോവേഴ്സ് എങ്ങനെയുള്ളവരാണ് അതിന്റെ ബേസിസിൽ, ദാറ്റ് മീൻസ് സിറ്റുവേഷന്റെ ബേസിസിൽ ലീഡർഷിപ്പ് ഏതാണ് ഫോളോ ചെയ്യേണ്ടത്, എങ്ങനത്തെ ലീഡർ ആയിരിക്കണം എന്നുള്ളതൊക്കെ മാറുന്നുണ്ട്. അതാണ് സിറ്റുവേഷണൽ ലീഡർഷിപ്പ് തിയറി. കറക്റ്റ് ആൻസർ ഈസ് ഓപ്ഷൻ 2. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. Which of the following are the risks associated with the generic competitive strategies suggested by Porter? Porter suggest ചെയ്ത generic competitive strategies ഏതൊക്കെയെന്നാണ് നമ്മുടെ മാർക്കറ്റിംഗ് റിലേറ്റ് ചെയ്തിട്ട് വരുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. നമ്മുടെ ആൻസേഴ്സ് അല്ലെങ്കിൽ ഓപ്ഷൻസ് ഇതൊക്കെയാണ്. റിസ്ക് ഓഫ് ഹ്യൂമൻ റിസോഴ്സസ്, റിസ്ക് ഓഫ് കോസ്റ്റ് ലീഡർഷിപ്പ്, റിസ്ക് ഓഫ് സ്ട്രാറ്റജിക് റോൾ അപ്പ്, റിസ്ക് ഓഫ് ഡിഫറൻസിയേഷൻ, റിസ്ക് ഓഫ് ഫോക്കസ്. മാർക്കറ്റിംഗ് പഠിക്കുമ്പോൾ അതിന്റെ ഒരു ഫണ്ടമെന്റൽ ആയിട്ട് നമ്മൾ പഠിക്കുന്ന ഒരു തിയറിയാണ് പോർട്ടേഴ്സിന്റെ ജനറിക് കോമ്പറ്റീറ്റീവ് സ്ട്രാറ്റജീസ് എന്നുള്ളത്. അതിന്റെ 3 കാര്യങ്ങൾ അതിനകത്ത് വരുന്നത് ഏതൊക്കെയാണ്? കോസ്റ്റ് ലീഡർഷിപ്പ്, ഡിഫറൻസിയേഷൻ ആൻഡ് ഫോക്കസ് ആണ്. അത് 3 കാര്യങ്ങൾ അറിയാന്നുണ്ടെങ്കിൽ നമുക്ക് ആൻസർ പിക്ക് ചെയ്യാനും എളുപ്പമാണ്. B, D and E. So the correct answer is option 2. Okay, B, D and E. Michael Porter suggested 3 generic strategies for competitive advantage: cost leadership, differentiation and focus. അപ്പോൾ ജനറിക് സ്ട്രാറ്റജീസിനകത്ത് പോർട്ടർ പറഞ്ഞിരിക്കുന്നത് ഒരു കമ്പനിക്ക് കോമ്പറ്റീറ്റീവ് അഡ്വാൻറ്റേജ് കിട്ടണം എന്നുണ്ടെങ്കിൽ ഈ 3 സ്ട്രാറ്റജീസ് അവർക്ക് ഫോളോ ചെയ്യാം. കോസ്റ്റ് ലീഡർഷിപ്പ് എന്ന് പറഞ്ഞാൽ എന്താണ്? ആ ഒരു ഇൻഡസ്ട്രിയിൽ കോമ്പറ്റീറ്റേഴ്സിനെക്കാളും കുറഞ്ഞ കോസ്റ്റ് ഫോളോ ചെയ്യുക. ദാറ്റ് മീൻസ് ഏറ്റവും കോസ്റ്റ് കുറഞ്ഞുകൊണ്ടുള്ള ഓപ്പറേഷൻസ് ഫോളോ ചെയ്യുക അല്ലെങ്കിൽ നടത്തുക എന്നുള്ളതാണ്. അതുവഴി അവർക്ക് എന്ത് ചെയ്യാം? കോസ്റ്റ് ലീഡേഴ്സ് ആകാം. അങ്ങനെ കോമ്പറ്റീറ്റേഴ്സിനെ ബീറ്റ് ചെയ്യാം അല്ലെങ്കിൽ കോമ്പറ്റീഷനിൽ ബീറ്റ് ചെയ്ത് സസ്റ്റെയിൻ ചെയ്യാനായിട്ട് പറ്റും. ദെൻ ഡിഫറൻസിയേഷൻ എന്ന് പറഞ്ഞാൽ എങ്ങനെയാണ്? നമ്മുടെ പ്രോഡക്റ്റ്സ് നമ്മുടെ കോമ്പറ്റീറ്റേഴ്സിന്റെ പ്രോഡക്ട്സിൽ നിന്നും എൻറ്റയർലി ഡിഫറൻഷിയേറ്റ് ചെയ്ത് നിർത്തുക. അതുവഴി കസ്റ്റമേഴ്സിനെ അട്രാക്ട് ചെയ്യാനും കോമ്പറ്റീഷനെ ഒരു പരിധി വരെ ബീറ്റ് ചെയ്യാനും പറ്റും. ദെൻ ഫോക്കസ് എന്ന് വെച്ചാൽ നിഷ് സ്ട്രാറ്റജിയാണ്. അത് കുറച്ച് ആൾക്കാരെ മാത്രം അല്ലെങ്കിൽ ഒരു സെലക്റ്റഡ് മാർക്കറ്റിനെ മാത്രം ഫോക്കസ് ചെയ്തിട്ട് മുന്നോട്ട് പോകുക എന്നുള്ളതാണ്. ഇത്രയാണ് പോർട്ടേഴ്സിന്റെ ജനറിക് സ്ട്രാറ്റജീസ്: കോസ്റ്റ് ലീഡർഷിപ്പ്, ഡിഫറൻസിയേഷൻ ആൻഡ് ഫോക്കസ്. അപ്പൊ നമ്മുടെ ആൻസറിൽ ഈ 3 ടേംസ് അങ്ങനെ പറഞ്ഞിട്ടുണ്ട്. അതാണ് കറക്റ്റ് ആൻസർ ആകുന്നത്. Here is the next question. Which of the following is not a basis for behavioral segmentation? Segmentation related again marketing related വന്നിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. ബിഹേവിയറൽ സെഗ്മെന്റേഷന്റെ ബേസിസ് അല്ലാത്തത് എന്താണ്? സെഗ്മെന്റേഷൻ എന്താണെന്ന് അറിയാലോ. നമ്മുടെ ടോട്ടൽ ആയിട്ടുള്ള മാർക്കറ്റിന് എന്തിന്റെയെങ്കിലൊക്കെ ബേസിൽ കുഞ്ഞു കുഞ്ഞു ഭാഗങ്ങളായിട്ട് മാറ്റുന്നതിനെയാണ് സെഗ്മെന്റേഷൻ. അതിന്റെ ഡിഫറെന്റ് ടൈപ്സ് ഒക്കെ നമ്മൾ പഠിക്കുന്നുണ്ട്. അതിന്റെ ഒരു ടൈപ്പാണ് ബിഹേവിയറൽ സെഗ്മെന്റേഷൻ. അപ്പോൾ ബിഹേവിയറൽ സെഗ്മെന്റേഷന്റെ ബേസിസ് അല്ലാത്തത് അല്ലെങ്കിൽ ബിഹേവിയറൽ സെഗ്മെന്റേഷൻ ആയിട്ട് ഒരു മാർക്കറ്റിനെ തിരിക്കാൻ ഹെൽപ്പ് ചെയ്യാത്ത നോട്ട് അല്ലേ, യെസ്, ചെയ്യാത്ത ഫാക്ടേഴ്സ് ഏതൊക്കെയെന്നാണ് ക്വസ്റ്റ്യൻ. നമ്മുടെ ഓപ്ഷൻസ് ഇതൊക്കെയാണ്: പർച്ചേസ് ഒക്കേഷൻ, ഡിജിറ്റൽ ഡിവൈഡ്, യൂസേജ് റേറ്റ് ഓഫ് ദ പ്രോഡക്റ്റ്, ബെനിഫിറ്റ് സോട്ട് ഫ്രം ദ പ്രോഡക്റ്റ് ആൻഡ് ലൈഫ് സ്റ്റൈൽ ഓഫ് ദ കൺസ്യൂമർ. നമ്മുടെ കറക്റ്റ് ഇതിൽ വരുന്നത് പർച്ചേസ് ഒക്കേഷൻ ബിഹേവിയറൽ സെഗ്മെന്റേഷൻ ആണ്. ബിഹേവിയറൽ എന്ന് പറഞ്ഞാൽ എങ്ങനെയാണ് ഒരു കൺസ്യൂമർ ബിഹേവ് ചെയ്യുന്നത് എന്നുള്ളതാണ്. പർച്ചേസ് ഒക്കേഷൻ ആക്ച്വലി ഒരു ബിഹേവിയർ അല്ലേ. ഇപ്പോൾ ക്ലോത്തിങ്ങിന്റെ കാര്യം എടുത്ത് നോക്കാം. നമ്മളൊരു ഒരു സ്റ്റോറിൽ പോകുന്നു, നമ്മളൊരു കാഷ്വൽ ഡ്രസ്സാണോ എടുക്കുന്നത്, അതൊരു ഫെസ്റ്റീവ് ടൈപ്പ് ഓഫ് ഡ്രസ്സാണോ, ഫോർമൽ ഡ്രസ്സാണോ, അതൊക്കെ ആ ഒരു ഒക്കേഷനെ റിലേറ്റ് ചെയ്തിരിക്കുന്നു. നമ്മൾ ഓണത്തിനാണ് ഡ്രസ്സ് മേടിക്കാൻ പോകുന്നതെന്നുണ്ടെങ്കിൽ അതൊരു ഫെസ്റ്റീവ് ടൈപ്പ് ഓഫ് ഡ്രസ്സിലോട്ടായിരിക്കും പോകുന്നത്. ഇനി ഒരു ഇന്റർവ്യൂനാണെന്നുണ്ടെങ്കിൽ ഫോർമൽ ഡ്രസ്സായിരിക്കും. അവരിപ്പോൾ അത് നമ്മുടെ ബിഹേവിയറിനെ റിലേറ്റ് ചെയ്ത് വരുന്ന ഒരു കാര്യമാണ്. സോ പർച്ചേസ് ഒക്കേഷൻ ഒരു ബിഹേവിയറൽ സെഗ്മെന്റേഷന്റെ ബേസിസ് ആണ്. ദെൻ യൂസേജ് റേറ്റ് ഓഫ് ദ പ്രോഡക്റ്റ്, നമ്മൾ പ്രോഡക്റ്റ് എത്രത്തോളം യൂസ് ചെയ്യുന്നുണ്ട് എന്നുള്ളതാണ്. അപ്പം എന്താ പറയണ്ടേ, ചില പ്രോഡക്റ്റ്
പ്രോഡക്റ്റ്സ് നമ്മൾ കൂടുതലായിട്ട് യൂസ് ചെയ്യുന്നുണ്ടായിരിക്കും, പക്ഷെ ചിലത് കുറച്ചേ യൂസ് ചെയ്യുന്നുണ്ട്. അത് നമ്മൾ എന്നുള്ളത് കൺസ്യൂമേഴ്സ്. ഇനി ചില കൺസ്യൂമേഴ്സ് ഒരു പ്രോഡക്റ്റ് കൂടുതലായിട്ട് യൂസ് ചെയ്യുന്ന സെയിം കൺസ്യൂമർ മറ്റൊരു പ്രോഡക്റ്റ് ആണെന്നുണ്ടെങ്കിൽ അതിന്റെ യൂസേജ് റേറ്റ് കുറവായിരിക്കും. അപ്പോൾ ഇത് ബിഹേവിയറൽ സെഗ്മെന്റേഷന് ഒരു ബേസിസ് ആയിട്ട് വരുന്ന ഒരു കാര്യമാണ്. ബെനിഫിറ്റ് സോർട്ട് ഫ്രം ദ പ്രോഡക്റ്റ്. ഒരു പെർട്ടിക്കുലർ പ്രോഡക്റ്റ് മേടിക്കുന്നതിൽ നിന്ന് ഒരു കൺസ്യൂമർ എന്ത് ബെനിഫിറ്റ് ആണ് ആഗ്രഹിക്കുന്നത്. ഇപ്പോൾ ഇത് ഒരു തവണ ക്വസ്റ്റ്യനിൽ ചോദിച്ചിട്ടുണ്ടായിരുന്നതായിരുന്നു. ഈ ടൂത്ത് പേസ്റ്റ് ഇല്ലേ, ടൂത്ത് പേസ്റ്റിന് തന്നെ ഡിഫറെന്റ് വെറൈറ്റീസ് ഉണ്ട് അല്ലേ. ഇപ്പം കിഡ്സിന് വേണ്ടിയിട്ടുള്ളതുണ്ട്, ദെൻ നമ്മുടെ ജെംസിൽ നിന്ന് പ്രൊട്ടക്ട് ചെയ്യാനായിട്ടുള്ളതുണ്ട്, നമ്മുടെ ഗമ്മിന്റെ പ്രൊട്ടക്ഷന് വേണ്ടിയിട്ടുള്ളതുണ്ട്, വൈറ്റനിങ്ങിന് വേണ്ടിയിട്ടുള്ളതുണ്ട്, ദെൻ സെൻസിറ്റിവിറ്റിക്ക് വേണ്ടിയിട്ടുള്ളതുണ്ട്, ഇനാമലിന്റെ പ്രൊട്ടക്ഷൻ വേണ്ടിയിട്ടുള്ളതുണ്ട്, ഇനി സ്മെല്ലിന് വേണ്ടിയിട്ടുള്ളത്, ഇങ്ങനെ ഡിഫറെന്റ് കാര്യങ്ങളുണ്ട്. അപ്പൊ ഇതിലേത് ബെനിഫിറ്റ് ആണ് ഒരു കൺസ്യൂമർ അതിൽ നിന്ന് ആഗ്രഹിക്കുന്നത് എന്നുള്ളതാണ് ബെനിഫിറ്റ് സോർട്ട് ഫ്രം ദ പ്രോഡക്റ്റ്. അതും കൺസ്യൂമറിന്റെ ബിഹേവിയർ ആണ്. സോ ഇറ്റ് ഈസ് എ ബിഹേവിയറൽ സെഗ്മെന്റേഷന്റെ ബേസിസ് ആണ്. അപ്പോൾ ഇനി ലൈഫ് സ്റ്റൈൽ ഓഫ് ദ കൺസ്യൂമർ എന്ന് പറഞ്ഞാൽ ബിഹേവിയറൽ സെഗ്മെന്റേഷന്റെ ഭാഗമല്ല, ഡിജിറ്റൽ ഡിവൈഡും അല്ല. സോ ബി ആൻഡ് ഇ ഈസ് ദ കറക്റ്റ് ആൻസർ. ഡിജിറ്റൽ ഡിവൈഡും ലൈഫ് സ്റ്റൈൽ ഓഫ് എ കൺസ്യൂമറും ആണ് ഈ ഒരു ബിഹേവിയറൽ സെഗ്മെന്റേഷന്റെ ബേസിസ് അല്ലാത്ത രണ്ട് കാര്യങ്ങൾ. Behavioral segmentation divides customers based on how they behave toward a product or brand. Common bases include. അപ്പോൾ ബിഹേവിയറൽ സെഗ്മെന്റേഷന്റെ കാര്യം അല്ലെങ്കിൽ എന്തിന്റെ ബേസിസിലാണ് ബിഹേവിയറലി കൺസ്യൂമേഴ്സിനെ സെഗ്മെന്റ് ചെയ്യുന്നത്, എങ്ങനെയാണ് ഒരു പെർട്ടിക്കുലർ പ്രോഡക്റ്റിനോടോ സർവീസിനോടോ അല്ലെങ്കിൽ ബ്രാൻഡിനോട് ഒരു കൺസ്യൂമർ ബിഹേവ് ചെയ്യുന്നത് എന്നുള്ളതാണ്. പർച്ചേസ് ഒക്കേഷൻ, ബൈയിങ് സ്വീറ്റ്സ് ഡ്യൂറിംഗ് ഫെസ്റ്റിവൽസ്, യൂസേജ് റേറ്റ്, ലൈറ്റ്, മീഡിയം ഓർ ഹെവി യൂസേഴ്സ്, ബെനിഫിറ്റ് സോർട്ട്, എക്സാമ്പിൾ സം ബൈ ടൂത്ത് പേസ്റ്റ് ഫോർ വൈറ്റനിങ്, അതേഴ്സ് ഫോർ, ഇപ്പൊ പറഞ്ഞ സെയിം എക്സാമ്പിൾ ആണ് ക്യാവിറ്റി പ്രൊട്ടക്ഷൻ. ഇതാണ് ബിഹേവിയറൽ സെഗ്മെന്റേഷൻ എന്ന് പറയുന്നത്. ഈ ഒരു സെഗ്മെന്റേഷൻ ആക്ച്വലി നമ്മുടെ എക്സാം പോയിന്റ് ഓഫ് വ്യൂല് ഭയങ്കര ഇമ്പോർട്ടന്റ് ആണ്. കുറെ സെഗ്മെന്റേഷൻ വരുന്നുണ്ട്, അതിൽ നിന്ന് ക്വസ്റ്റ്യൻസ് പലതവണ ചോദിച്ച് കണ്ടിട്ടുണ്ട്. ഈവൻ ഒരു മാച്ച് ദ ഫോളോയിങ്ങിനും ചോദിക്കാൻ ചാൻസ് ഉള്ള ഒരു ഏരിയ കൂടെയാണ്. അപ്പോൾ ഇന്നത്തെ സീരീസിന്റെ ലാസ്റ്റ് ക്വസ്റ്റ്യൻ ഇതാണ്. അഡ്വാൻറ്റേജസ് ഓഫ് ഡീസെൻട്രലൈസേഷൻ ആർ. ഡീസെൻട്രലൈസേഷന്റെ അഡ്വാൻറ്റേജസ് എന്തൊക്കെയാണ്? നമ്മുടെ ഫസ്റ്റ് യൂണിറ്റ് റിലേറ്റ് ചെയ്തിട്ട് വരുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. സെൻട്രലൈസേഷനും ഡീസെൻട്രലൈസേഷനും എന്നുള്ളതാണ്. അപ്പോൾ അതിൽ എന്താണ് രണ്ടും എന്താണെന്നൊക്കെ അറിയാം. സെൻട്രലൈസേഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? അതോറിറ്റി ഒരു സെൻട്രൽ പോയിന്റിൽ ഹോൾഡ് ചെയ്യുന്നതാണ് സെൻട്രലൈസേഷൻ. ഡീസെൻട്രലൈസേഷൻ ആണെന്നുണ്ടെങ്കിലോ അത് ഡിവൈഡ് ചെയ്ത് താഴോട്ടും കൂടെ കൊടുക്കുന്നു എന്നുള്ളതാണ്. ഇനി അപ്പോൾ അത് ഇതിൽ ഡീസെൻട്രലൈസേഷൻ അഡ്വാൻറ്റേജസ് ഏതൊക്കെയാണെന്ന് നോക്കാം. ഇനി ഓപ്ഷൻസ് ഇതൊക്കെയാണ്. നോ ഡ്യൂപ്ലിക്കേഷൻ ഓഫ് എഫേർട്സ് ഓർ റിസോഴ്സസ്, റെഡ്യൂസസ് പ്രോബ്ലം ഓഫ് കമ്മ്യൂണിക്കേഷൻ ആൻഡ് റെഡ് ടേപ്പ്, സ്ട്രോങ് സെൻട്രൽ ലീഡർഷിപ്പ് ഡെവലപ്സ് വിച്ച് മേ റിക്വയർഡ് ഇൻ ക്രൈസിസ്, കോർഡിനേഷൻ ഓഫ് ആക്ടിവിറ്റീസ് ഓഫ് സബോർഡിനേറ്റ്സ് ആർ ബെറ്റർ അച്ചീവ്ഡ്, ensures the development of employees. ഇതിൽ അഡ്വാൻറ്റേജസ് ആണ് നമ്മളോട് ചോദിച്ചിരിക്കുന്നത് അല്ലെ. ഫസ്റ്റ് എ നോക്കിക്കേ, നോ ഡ്യൂപ്ലിക്കേഷൻ ഓഫ് എഫർട്സ് ഓർ റിസോഴ്സസ്. അതൊരു അഡ്വാൻറ്റേജ് ആയിട്ട് നമുക്ക് എന്താണ് ഡീസെൻട്രലൈസേഷന്റെ ഒരു അഡ്വാൻറ്റേജ് ആയിട്ട് പറയാൻ പറ്റത്തില്ല. ആക്ച്വലി അത് സെൻട്രലൈസേഷന്റെ ഒരു അഡ്വാൻറ്റേജ് അല്ലേ. കാരണം ഈ ഒരു അതോറിറ്റി ഒരു പെർട്ടിക്കുലർ പോയിന്റിൽ അല്ലെങ്കിൽ ഒരു സെൻട്രൽ പോയിന്റിലാണ് ഹോൾഡ് ചെയ്യപ്പെടുന്നത് എന്നുണ്ടെങ്കിൽ എല്ലാ കാര്യങ്ങളും ലീഡ് ചെയ്യുന്നതും എന്താണ് എല്ലാ കാര്യങ്ങളും കൺട്രോൾ ചെയ്യുന്നത് ഒരു പെർട്ടിക്കുലർ ഇൻഡിവിജ്വൽ അല്ലെങ്കിൽ ഒരു പെർട്ടിക്കുലർ പൊസിഷൻ ആയിരിക്കും അല്ലെ. അപ്പൊ അവിടെയാണെന്നുണ്ടെങ്കിൽ ആ ഒരു ഡ്യൂപ്ലിക്കേഷൻ വർക്ക്, എഫേർട്ട്, റിസോഴ്സസിന്റെ ഒന്നും ഡ്യൂപ്ലിക്കേഷൻ വരുന്നില്ല. കാരണം എല്ലാ കാര്യങ്ങളും ഡിസൈഡ് ചെയ്യുന്നത് ആ ഒരു പെർട്ടിക്കുലർ ആൾ തന്നെ ആയിരിക്കും. എന്നാൽ ഡീസെൻട്രലൈസേഷൻ ആണെന്നുണ്ടെങ്കിൽ ആ കാര്യങ്ങൾ താഴത്തെ ലെവലിലോട്ട് പോകുന്നുണ്ട്. അപ്പം എ ചെയ്യുന്ന കാര്യം ബി അറിയണം എന്നില്ല, ഇനി ഇവർ രണ്ടുപേരും ചെയ്യുന്ന കാര്യം സി അറിയണമെന്നില്ല. അപ്പൊ അതൊരു ഡ്യൂപ്ലിക്കേഷൻ വരാൻ സാധ്യതയുണ്ട്. അത് ഡീസെൻട്രലൈസേഷന്റെ ഒരു ഡിസഡ്വാൻറ്റേജ്. ഇനി നോ ഡ്യൂപ്ലിക്കേഷൻ എന്നുള്ളത് സെൻട്രലൈസേഷന്റെ ഒരു അഡ്വാൻറ്റേജുമാണ്. അപ്പം എ അല്ല, എ വരുന്നില്ല. അപ്പൊ നമുക്ക് ഓപ്ഷൻ 4 എലിമിനേറ്റ് ചെയ്യാനായിട്ട് പറ്റും. ദെൻ ബി എന്താ പറയുന്നത്? റെഡ്യൂസസ് പ്രോബ്ലം ഓഫ് കമ്മ്യൂണിക്കേഷൻ ആൻഡ് റെഡ് ടാപ്പ്. ആ ഒരു കമ്മ്യൂണിക്കേഷൻ പ്രോബ്ലവും റെഡ് ടാപ്പിസും നമുക്ക് റെഡ്യൂസ് ചെയ്യാനായിട്ട് പറ്റും. റെഡ് ടാപ്പിസ് എന്ന് വെച്ചാൽ എന്താണ്? ഫയൽ മൂവ് ചെയ്യാനുള്ള പാട്. നമ്മൾ ക്ലാസ്സിൽ പറഞ്ഞിട്ടുണ്ട്, ഈ ചുവപ്പ് നാടയിൽ കുരുങ്ങി കിടക്കുക എന്നുള്ളൊരു സംഭവമാണ് റെഡ് ടാപ്പിസം. അത് റിലേറ്റ് ചെയ്തിട്ട് ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുണ്ട്. നമ്മുടെ ബ്യൂറോക്രസിന്റെ വൺ ഓഫ് ദ മെയിൻ ഫീച്ചർ ആണ് റെഡ് ടാപ്പിസം എന്നുള്ളത്. കാരണം അവിടെ ആ ഹൈറാർക്കി വരുന്ന സമയത്ത് ഇപ്പൊ ഗവൺമെന്റ് ഫയൽസിന്റെ ഒക്കെ കാര്യം നമുക്കറിയാമല്ലോ. ഒരു ഫയല് മിനിസ്റ്ററിന്റെ കയ്യിലെത്തണം എന്നുണ്ടെങ്കിലും തിരിച്ച് മിനിസ്റ്റർ സൈൻ ചെയ്ത് താഴത്ത് വന്നിട്ട് ആ ഒരു കാര്യം അല്ലെങ്കിൽ ആ ഒരു ഓർഡർ നടപ്പിലാക്കണമെന്നുണ്ടെങ്കിൽ എത്ര താമസം ഉണ്ടെന്ന് അറിയാലോ. അപ്പൊ ഇതാണ് റെഡ് ടാപ്പിസം എന്ന് പറയുന്നത്. അപ്പൊ ഒരു റെഡ്യൂസസ് പ്രോബ്ലം ഓഫ് കമ്മ്യൂണിക്കേഷൻ ആൻഡ് റെഡ് ടേപ്പ് ഡീസെൻട്രലൈസേഷൻ വഴി ഒഴിവാക്കാൻ പറ്റുന്ന ഒരു കാര്യമാണ്. അത് സെൻട്രലൈസേഷന്റെ ഒരു ഡിസഡ്വാൻറ്റേജും ഡീസെൻട്രലൈസേഷന്റെ ഒരു അഡ്വാൻറ്റേജുമാണ്. അപ്പൊ ബി നമ്മുടെ ആൻസറിൽ വരുന്നുണ്ട്. ബി വരും എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കി കഴിഞ്ഞാൽ തന്നെ നമുക്ക് ഓപ്ഷൻ 1ഉം ഓപ്ഷൻ 3യും എലിമിനേറ്റ് ചെയ്യാനായിട്ട് പറ്റും. ഓപ്ഷൻ 2 മാത്രമേ ബി വരുന്നുള്ളൂ. ഇനി അടുത്ത നോക്കാം. സ്ട്രോങ് സെൻട്രൽ ലീഡർഷിപ്പ് ഡെവലപ്സ് വിച്ച് മേ റിക്വയർഡ് ഇൻ ക്രൈസിസ്. അത് വരത്തില്ല. നമ്മൾ എന്താണ് ഡീസെൻട്രലൈസേഷൻ എന്ന് നമുക്കറിയാം.
അത് വരുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും സി വരത്തില്ല. അത് സെൻട്രലൈസേഷന്റെ അഡ്വാൻറ്റേജ് ആണ് അല്ലെ. ഡീസെൻട്രലൈസേഷന്റെ ഒരു ഡിസഡ്വാൻറ്റേജ് ആണ് അങ്ങനെ വരുന്നില്ല എന്നുള്ളത്. നെക്സ്റ്റ്, കോർഡിനേഷൻ ഓഫ് ആക്ടിവിറ്റീസ് ഓഫ് സബോർഡിനേറ്റ്സ് ആർ ബെറ്റർ അച്ചീവ്ഡ്. ആ ഒരു കോർഡിനേഷൻ കറക്റ്റ് ആയിട്ട് അച്ചീവ് ചെയ്യാൻ പറ്റുമോ? അതും ബുദ്ധിമുട്ടല്ലേ. സെൻട്രലൈസേഷൻ ആണെന്നുണ്ടെങ്കിൽ അതൊരു അഡ്വാൻറ്റേജ് ആണ്. പക്ഷെ ഡീസെൻട്രലൈസേഷൻ ആക്ച്വലി അങ്ങനെ ഒരു കോർഡിനേഷൻ ബുദ്ധിമുട്ടാണ്. കാരണം അതോറിറ്റി വെസ്റ്റഡ് ഇൻ ദ ഹാൻഡ്സ് ഓഫ് മെനി ആണ്. അപ്പം ആ ഒരു കോർഡിനേഷൻ നടത്താൻ വേണ്ടിയിട്ട് കുറച്ച് ബുദ്ധിമുട്ടാണ്. ദെൻ എൻഷ്യൂർസ് ദ ഡെവലപ്മെന്റ് ഓഫ് എംപ്ലോയീസ്. അത് കറക്റ്റ് ആണ്. ഡീസെൻട്രലൈസേഷന്റെ ഒരു അഡ്വാൻറ്റേജ് ആണ്. കാരണം അതോറിറ്റി എല്ലാ പേർക്കും എന്നല്ല, എന്നാലും താഴെ ലെവലിലുള്ള ആൾക്കാർക്കും കൂടെ കിട്ടുന്നുണ്ട്. അത് എംപ്ലോയീസിന്റെ ഓവറോൾ ഡെവലപ്മെന്റിന് ഹെൽപ്ഫുൾ ആണ്. സോ ensures the development of employees, reduces problem of communication and red tapes. ഇത് രണ്ടുമാണ് ഡീസെൻട്രലൈസേഷന്റെ രണ്ട് അഡ്വാൻറ്റേജസ്. ബാക്കിയൊക്കെ നമുക്ക് ആക്ച്വലി സെൻട്രലൈസേഷന്റെ അഡ്വാൻറ്റേജസ് ആയിട്ട് പറയാൻ പറ്റുന്ന കാര്യങ്ങളാണ്. സോ ഓപ്ഷൻ 2 ഈസ് ദ കറക്റ്റ് ആൻസർ. താങ്ക് യു. ഇനി അടുത്ത 10 ക്വസ്റ്റ്യൻസ് ആയിട്ട് നെക്സ്റ്റ് ക്ലാസ്സിൽ കാണാം.